വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചക്കക്കുരുവും അതുപോലെ തന്നെ അരിയില്ലേ, കുത്തരി അരിയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് അരി നമ്മൾ എടുത്തിട്ടുണ്ട്. കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മളത് ജസ്റ്റ് ഒരു പാനിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണേ. അതായത് എല്ലാ അരിയും ഒന്ന് പൊട്ടിക്കിട്ടണം നമുക്ക്. അപ്പോൾ ഈ അരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ അരി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ഈവനിങ് സ്നാക്കിനെ. അതായത് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒരു നമുക്ക് കിട്ടുന്നൊരു പരുവുണ്ടല്ലോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി നമ്മളൊരു ഒരു സാധാ അരിയിൽ വെച്ച് എണ്ണയൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഈ അരി മാത്രം ഇട്ട് നന്നായിട്ട് ഈ അരി ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിവിടെ ചക്കക്കുരു എടുക്കുന്നുണ്ട്. ചക്കക്കുരു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇതുപോലെ തന്നെ ഒരു ചട്ടിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണിത്. അപ്പോൾ വേണ്ടേ നമ്മൾ ഒത്തിരി അങ്ങ് ക്രഷ് ചെയ്ത് എടുക്കണ്ട. അപ്പോൾ നമ്മൾ വേണ്ട ചക്കക്കുരു ഇവിടെ സെറ്റാക്കി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അരിയും നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചക്കക്കുരുവിലൊക്കെ തന്നെയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെയൊക്കെ നമ്മളിങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, ഒത്തിരി നമ്മളതങ്ങ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതേണ്ട നമ്മുടെ അരി നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചക്കക്കുരു നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളേ. ഒന്ന് ചെറുതായിട്ട് തൊലി കളഞ്ഞ ശേഷം നമ്മളൊന്ന് ചൂടാക്കി അതിന് ശേഷമാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ വേണ്ടേ നമ്മുടെ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ വെച്ച് അതിൽ നമ്മൾ ഒരു മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുന്നുണ്ട്. മധുരത്തിന് വേണ്ടി മാത്രമല്ല, ജസ്റ്റ് ഇതൊന്ന് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു ബലം കിട്ടാൻ കൂടിയാണ് നമ്മൾ ശർക്കര പാനിയാക്കി ചേർക്കുന്നത്. മധുരവും കറക്റ്റാവും. അപ്പോൾ നമുക്ക് ആ ഉരുട്ടിയെടുക്കാനുള്ളൊരു ഇതും കിട്ടും. നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് നമുക്ക് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ശർക്കര പാനിക്കകത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് കുറുക്കി വരട്ടെ. ഇനി നമ്മൾ തേങ്ങ നന്നായിട്ട് ആ മധുരമൊക്കെ നന്നായിട്ട് തേങ്ങയിൽ ഒന്ന് പിടിച്ച് വരണം. ഏകദേശം എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരുടെ വീട്ടിലും അരി ഉണ്ടാവും, ചക്കക്കുരു ഉണ്ടാവും, ശർക്കര കുറച്ചുണ്ടാവും, തേങ്ങ ഉണ്ടാവും. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചക്കക്കുരു കഴുകി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് നമ്മൾ ചട്ടയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്ത ആ പൊടി നമ്മൾ ചേർത്തു. അതുപോലെ തന്നെ നമ്മൾ അരി കഴുകി ജസ്റ്റ് ഒരു ചട്ടയിലിട്ട് ഒന്ന് ചൂടാക്കി നമ്മൾ അതും കൂടെ നമ്മൾ പൊടിച്ചെടുക്കുന്നത്. പൊടിച്ച് തന്നെ ഒരു പരിവാകുമ്പോഴാണ് നമ്മൾ അരി പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ വേണ്ട ഇത് നമ്മൾ ആ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നല്ലതായിട്ടൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ജീരകം വെച്ചിട്ട് ചെറിയ ജീരകം നമ്മളൊരു ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഈ സ്നാക്കിന് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തേ. വേണ്ട നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കുറച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇപ്പം നമ്മുടെ ആ മധുരവും ഇത് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മധുരവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ ഒരു പരുവത്തിൽ നമ്മുടെ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും നമ്മുടെ ഈ കുത്തരി എല്ലാം കൂടി നമ്മൾ ഈ ഒരു പരുവം, അതായത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. നമുക്കൊന്ന് ഉരുട്ടാൻ പറ്റുന്ന ഒരു പരുവത്തിനാണോ നോക്കുക. അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. വേണ്ട നമ്മളൊന്ന് ഒത്തിരി ചൂടാറാൻ നിൽക്കരുത്. ഒരു ചെറിയ ചൂടാറുമ്പോൾ തന്നെ നമ്മൾ അതൊന്ന് ഇങ്ങനെ ഉരുട്ടി നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമേ. ചെറിയൊരു ചൂടുണ്ട്. ഒത്തിരി അങ്ങ് ആറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടാൻ പിന്നെ പാടായിരിക്കും. ചെറിയ ചൂടോടെ തന്നെ വേണം നമ്മളത് ഉരുട്ടിയെടുക്കാനായിട്ട്. വേണ്ട നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല
അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ പറയുകയാണ്, നമ്മൾ കുത്തരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നല്ല കഴുകി നമ്മൾ ഒരു ചെറിയ ചട്ടിയിൽ വെച്ച് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തു. അതുപോലെ തന്നെ ചക്കക്കുരു നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്ത ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് രണ്ടും പൊടിച്ചെടുത്തു. ശർക്കരപ്പാനി തയ്യാറാക്കി അതിനുശേഷം നമ്മൾ തേങ്ങ ചിരകി ഇട്ട് ഈ മിക്സും കൂടി ഇട്ട് ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാവുന്ന പരുവത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല മഴയുണ്ട് കേട്ടോ, നമുക്ക് കട്ടിയൊന്നുമല്ല ഈ ഒരു സ്നാക്കിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ അടിപൊളി റെസിപ്പിയിലേക്ക് നമ്മൾ വീണ്ടും വരും. അപ്പോൾ അതിനുവേണ്ടി ചാനൽ മറക്കാതെ എല്ലാവരും മറക്കരുത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.